വീണ്ടും ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. परमेश्वर ने हमें एक और एक सुंदर मनोहर संगति दिया। परमेश्वर को धन्यवाद करते हैं। ദേവദാസന്മാർക്കായി ദേവദാസന്മാർക്കായി പ്രാർത്ഥിക്കാൻ വേണ്ടി രാവിലെ ഉണർന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. सारे प्रभु के दासों का, प्रभु के दासियों का, हमारे सुबह उठ के प्रार्थना करने वाले सारे लोगों का हम धन्यवाद करते हैं। ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാവിലെ प्रभु हमारी सहायता करे। നാം ഒരുമിച്ചായിരിക്കുന്നത് വലിയ ആത്മീക സന്തോഷത്തിന് കാരണമായി തീരട്ടെ. हम लोग मिल करके बैठे हैं तो हमारी एक आनंद का कारण बनने पाए। പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാവിലെ അനുഭവിച്ചവരെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर की बहुत ही बड़ी एक उपस्थिति का हम महसूस करने पाए। എല്ലാവർക്കും വീണ്ടും വന്ദനം അറിയിക്കുന്നു. एक और बार सबका हम वंदन करते हैं। നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന നിമിത്തം ഞങ്ങൾ റായ്ബറേലിയിൽ ക്ഷേമത്തോടെ ആയിരിക്കുന്നു. आप सबकी प्रार्थनाओं के कारण ही हम लोग यहाँ पे सुखी और सलामत हैं। പ്രാർത്ഥിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കായി വീണ്ടും സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. प्रार्थना करने वाले सारे हमारे प्रभु के दासों का, दासियों का मैं धन्यवाद करता हूँ। വളരെ സുപരിചിതമായ ഒരു വേദാംശമായിട്ടാണ് ഇന്ന് രാവിലെ ഞങ്ങൾ ദൈവമുമ്പാകായിരിക്കുന്നത്. बहुत ही सुपरिचित एक ध्यान से हम मिल करके हम आज वचन को हम बांटेंगे। പ്രാർത്ഥനാ സമയത്തിന്റെ ഉള്ളിൽ എന്നെ ബലപ്പെടുത്തിയ പല പ്രാവശ്യം എന്നെ ഞങ്ങൾ ശുശ്രൂഷകന്മാരെ ബലപ്പെടുത്തുന്ന ഒരു ആത്മിക സന്ദേശമാണ്. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ യഹൂദബാലന്മാർ ആ ദൈവീക ന്യായപ്രമാണത്തിന് അനുകൂലമായി പ്രതികരിച്ചത്. हम कई बार हम जब प्रार्थना करने बैठते हैं तो हम एक मजबूत करने वाला वो स्थिति है। एक हमारा विषय है जो दानियल की पुस्तक उसके 3 अध्याय में जो बातें लिखी हुई है। നമുക്ക് സുപരിചിതമായൊരു ചരിത്ര ഭാഗമാണ്. നെബൂഖദ്നേസർ രാജാവിന്റെ സമയത്ത് ബാബിലോണിലുണ്ടായ വലിയ വിപ്ലവകരമായ സംഭവങ്ങൾ. हम जानते हैं कि राजा नबूकदनेस्सर के राजपददारी समय में जब उसने शासन किया था तो उसके उसके कई सारे कार्य। വലിയൊരു മൂർത്തിയെ, ഒരു ബിംബത്തെ സ്ഥാപിക്കുന്നു. ആരാധിപ്പാൻ വേണ്ടി മുഴു ലോകത്തെയും കൂട്ടിവരുത്തുന്നു. പക്ഷേ ആ വിഗ്രഹത്തിന് മുമ്പിൽ നമസ്കരിക്കാതിരുന്ന 3 ബാലന്മാർ, ശദ്രക്, മേശക്, അബേദ്നഗോ. उसने राजा ने बहुत ही बड़ी अपनी मूर्ति बनवाई थी, हम सब जानते हैं, और उन लोगों को बुलाया था सारे देश के। उसके सामने घुटने टेके, पर उस मूर्ति के सामने 3 लोगों ने घुटने ना टेके। वो थे शद्रक, मेशक और अबेदनगो। വളരെ പ്രാർത്ഥനയോടെ നാം ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ हम लोग कई प्रार्थना के साथ हम लोग इस विषय को पढ़ते हैं। അവരുടെ തീരുമാനം നമുക്കറിയാം. അതിന്റെ അതെ, ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും 18-ാമത്തെ വാക്യമാണ്. 3-ാം അധ്യായം 18-ാമത്തെ വാക്യം, ചാപ്റ്റർ 3 verse 18. वहाँ 28वें पद में ऐसा लिखा हुआ है, नबूकदनेस्सर कहने लगा, धन्य है शद्रक, मेशक और अबेदनगो। അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. 18 में ऐसा लिखा है, परंतु यदि नहीं तो हे राजा, तुझे मालूम हो कि हम लोग तेरे देवता की उपासना नहीं करेंगे। എത്ര ബോൾഡ്നെസ്, എത്ര ധൈര്യത്തോടെ പറയുന്നത്, ഞങ്ങൾ സേവിക്കുകയില്ല. उन्होंने इतने धैर्यता के साथ, दृढ़ता के साथ ये कहा था कि हम तुम्हारी उपासना नहीं करेंगे। അവർ വിശ്വസിച്ചിരുന്ന, അവർ വഹിച്ചിരുന്ന ന്യായപ്രമാണത്തിന് വേണ്ടി ജീവൻ കൊടുപ്പാൻ തയ്യാറായിരുന്ന ഒരു കൂട്ടം ബാലന്മാർ, जिन्होंने अपने विश्वास के लिए, अपने सारे साहस के लिए, अपनी जान को देने तक वो तैयार थे। ശ്രദ്ധിക്കുക. അപ്പോൾ അവർ വിഗ്രഹാരാധനയിലും അവരുടെ മേലുള്ള സമ്മർദ്ദം ഒരു ഭാഗത്ത് ഉള്ളപ്പോഴും അവർ പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പ്രാണനെ ത്യജിപ്പാൻ തയ്യാറാണ്, പക്ഷേ ന്യായപ്രമാണ വിരോധമായി ഞങ്ങൾ ഒന്നും ചെയ്യുകയില്ല. उनके पास ऐसे वहां का वातावरण था कि उनके अनुकूल में नहीं था, उनकी परिस्थितियां उनके विपरीत थी, लेकिन फिर भी वो कहते हैं कि नहीं, हम तुम्हारी उपासना कभी नहीं करेंगे। ദൈവനാമത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, ലഭിക്കപ്പെട്ട ന്യായപ്രമാണത്തിന് വേണ്ടി ജീവൻ കൊടുപ്പാൻ തയ്യാറായ ഒരു കൂട്ടം ആളുകൾ, परमेश्वर की सेवकाई के लिए, उसके सुसमाचार के लिए अपने जीवन को प्राण को देने के लिए तैयार होने वाले एक समूह था वो। ഞങ്ങളുടെ ജീവൻ പോകേണ്ടി വന്നാലും ഈ വിഗ്രഹത്തെ നമസ്കരിക്കില്ല എന്ന് തീരുമാനമെടുത്ത 3 യഹൂദബാലന്മാർ, अपनी जान को भी दे देंगे लेकिन इस मूर्ति के सामने कभी घुटना ना टेकने वाले 3 हमारे पुरुष थे। അവർ അറിഞ്ഞ സത്യത്തിന് വേണ്ടി, അതെ, ഉപാധികളില്ലാതെ, യാതൊരു കോംപ്രമൈസും ഇല്ലാതെ മരണത്തെ സ്വീകരിപ്പാൻ തയ്യാറായ 3 യഹൂദബാലന്മാർ, अपने विश्वास के साथ कोई मेल जोल ना करके बल्कि उसमें दृढ़ता से बने हुए उसमें आगे बढ़ने वाले 3 पुरुष थे। വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുത്ത വിശുദ്ധന്മാർ, अपने विश्वास के लिए अपने प्राण को देने वाले एक पवित्र लोग थे। ഇന്ന് രാവിലെ വിശുദ്ധന്മാരായ ദൈവമക്കളെ, ആമേൻ, നാം ഈ സ്ഥാനത്തായിരുന്നെങ്കിൽ നമ്മയൊന്ന് അല്പസമയം പരിശോധിക്കാമോ? ജീവിതത്തിന്റെ പല വെല്ലുവിളികൾ നേരിടുമ്പോൾ
നാം ഉപാധികൾ പറഞ്ഞ് പുറകോട്ട് മാറുകയാണോ? അതോ ഈ ലോകത്തിൽ എനിക്ക് ഒരു നന്മയും വേണ്ട, എനിക്ക് വേദന സഹിക്കേണ്ടി വന്നാലും, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ ശരീരത്തെ ചുടുവാൻ ഏൽപ്പിക്കേണ്ടി വന്നാലും, എൻ്റെ ജീവനെ ത്യജിക്കേണ്ടി വന്നാലും, ഞാൻ അറിഞ്ഞ സത്യത്തിൽ നിന്ന് ഈ ജീവനിൽ നിന്ന് പുറകോട്ട് മാറ്റമില്ല തീരുമാനിക്കുക എത്ര പേരുന്ന് രാവിലെ നമ്മോടൊപ്പമുണ്ട്? ഹല്ലേലൂയ. इन लोग की जगह अपने आप को रख के देखें तो आज के दिन हम अपने आप को जांच के देखें कि अगर हम इनकी जगह होते तो क्या हम लोग कोई बहाना मार करके पीछे हट जाते, या फिर अपने पसंदीदा चीजों को, इस संसार को, अपने इस पसंदीदा अपने शरीर को, प्राण को त्याग देने का हम निर्णय क्या ले सकते हैं? ശ്രദ്ധിക്കണമേ, അവർ അറിഞ്ഞ സത്യത്തിന് വേണ്ടി യഹൂദന്മാരായ എന്ന് പറഞ്ഞാൽ യുവാക്കന്മാർ അവരുടെ ആമേൻ ആ നല്ല പ്രായത്തിൽ സുവിശേഷത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി അവരുടെ ജീവനെ ത്യജിച്ചവരായ 3 സഹോദരങ്ങൾ. 3 जवान यहूदी लोग थे, वो लोग इतने अपने विश्वास में दृढ़ थे वो कि अपने प्राण को तक को देने के लिए वो तैयार थे. ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഇന്ന് രാവിലെ നമ്മെ തന്നെ ശോധന ചെയ്താൽ എത്ര പേർ നമുക്ക് ധൈര്യത്തോടെ പറവാൻ കഴിയും, മരിക്കേണ്ടി വന്നാലും ഈ സുവിശേഷത്തിന്റെ പുറകോട്ട് യാത്രയില്ലെന്ന് രാവിലെ തീരുമാനിപ്പാൻ, ഉറച്ചു നിൽപ്പാൻ കഴിയുന്നവർ എത്ര പേർ നമ്മുടെ മധ്യമുണ്ട്? अपने आप को जांच के देखिए कि हम में से कितने ऐसे लोग हैं कि ऐसे परिस्थिति में पीछे न हटके बल्कि अपने प्राण तक को देने के लिए तत्पर रहेंगे. സുവിശേഷത്തിന് വേണ്ടി നിലനിന്ന് ആമേൻ അല്ല ആമേൻ ജീവൻ വേണമെങ്കിൽ തള്ളിപ്പറയുവാൻ അവസരം, അങ്ങനെ ഒരു ആമേൻ അങ്ങനത്തെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായാൽ എത്ര പേർ ഉറച്ചെന്ന് പറയും, ഇല്ല, എനിക്ക് മരണമാണ് വലിയത്, ആമേൻ ഈ സുവിശേഷത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി ആമേൻ അത് എന്റെ ജീവൻ കൊടുപ്പാൻ കഴിയുന്ന ലാഭമാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുന്ന വിശുദ്ധന്മാർ ഇന്ന് രാവിലെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. चाहे हमारी परिस्थितियां विपरीत हो, चाहे हमारा वातावरण हमारे अनुकूल ना हो, विरोधी हमारे सामने खड़े हो, ऐसे कितने लोग ये कह सकते हैं कि नहीं, बल्कि हमारा विश्वास इस परिस्थितियों से ज्यादा बड़ा है. ഇതുപോലെയുള്ള ഒരുപാട് വിശുദ്ധന്മാർ നടന്ന പാതയിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. इस तरह कई सारे पवित्र शास्त्र के अधिपति लोग, परमेश्वर के पवित्र जन लोग इस रास्ते से होकर गुजरे हैं जहां हम आज चल रहे हैं. ആമേ, അവർക്കൊന്നും ഈ ലോകം അനുകൂലമായിരുന്നില്ല. उनके लिए संसार उनके अनुकूल नहीं थी. എബ്രായത്തിൽ വായിക്കുന്നവർ കാടുകളിലും മലകളിലും ഉഴന്നു നടന്നു, ലോകം അവർക്ക് അനുകൂലമായിരുന്നില്ല. इब्रानियों की पुस्तक में लिखा हुआ है कि वो लोग ऐसे जंगलों में होकर जा रहे थे, उनकी परिस्थितियां उनके बिल्कुल ही विपरीत थी. നിരവധി പ്രതികൂലങ്ങളെ സഹിച്ചുകൊണ്ടാണ് അവർ ജീവിതയാത്രയിൽ മുമ്പോട്ട് നീങ്ങിയത്. अपने जीवन की यात्रा में वो कई सारे परिस्थितियों का, कई सारे विरोधियों का सामना किया है उन लोगों ने. നമുക്കറിയാം, ക്രിസ്ത്യ ചരിത്രത്തിന്റെ നൂറ്റാണ്ടിൽ വായിക്കുമ്പോൾ 1, 2, 3 നൂറ്റാണ്ടിന് ശേഷം നിരവധി പീഡയിലൂടെയാണ് ദൈവമക്കൾ കടന്നുപോയത്. हम जानते हैं कलीसिया के चरित्र को देखें तो कलीसिया के इतिहास में पहली दूसरी शताब्दी में कलीसिया को बहुत ही परेशानी से होकर गुजरना पड़ा था. ദുരുപദേശത്തിന് മുഴങ്കാൽ മടക്കാതിരുന്ന എത്രയോ വിശുദ്ധന്മാരെ ആമേൻ ദുരുപദേഷ്ടക്കന്മാർ കൊന്നൊടുക്കി. कितने सारे झूठे साक्षियों को, जितने सारे लोगों को इस विश्वास के चलते मारा गया है. ആമേൻ, നമുക്കറിയാം ഒരുപാട് ആളുകളുടെ രക്തം പുരണ്ട അധ്യായമാണ് ക്രിസ്തീയ ചരിത്ര അധ്യായങ്ങൾ. हम लोग बहुत ही अच्छे से जानते हैं कि जो परमेश्वर के इतिहास का, परमेश्वर कलीसिया का जो इतिहास के जो पन्ने हैं, वो कई सारे लोगों के, कई सारे पवित्र लोगों के खून से बने हुए हैं. അനേക വിശുദ്ധന്മാർ അവരുടെ ജീവിതം ആമേൻ ഈ നാമത്തിന് വേണ്ടി ചിലവഴിച്ചല്ലെങ്കിൽ വിനിയോഗിച്ചിട്ടാണ് ആമേൻ ഇന്ന് വരെ സുവിശേഷം നമ്മുടെ മധ്യേ എത്തിയത്. आज हमारे पास सुसमाचार पहुंचा है, उसके पीछे बहुत पवित्र जनों के, उनके ऊपर प्राण त्यागे हुए हैं. നന്ദിയോടെ സ്വന്തം പറയാമോ, നമ്മുടെ കയ്യിൽ വിശുദ്ധ വേദപുസ്തകം ഇതേ രീതിയിൽ നമ്മുടെ മാതൃഭാഷയിൽ നമ്മുടെ കയ്യിൽ കിട്ടുവാൻ വേണ്ടി ഇതിന് പുറകിൽ രക്തമൊഴുക്കിയ ഒരുപാട് വിശുദ്ധന്മാരുണ്ട്. आज हम लोग को अपने आप को धन्यवान समझना है कि अपने आप को हम लोग ऐसा सौभाग्यशाली समझना है कि हमारी मातृभाषा में हमें अपने पवित्र शास्त्र को मिला है. ഈ വിശുദ്ധ തിരുവചനം ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ വേണ്ടി രക്തമൊഴുക്കിയ വിശുദ്ധന്മാർ, इस पवित्र शास्त्र को अंग्रेजी भाषा में बदलने के लिए कई सारे लोगों ने अपने प्राण दिए हैं. എത്രയോ പേർ അവരുടെ ജീവനെ വലിച്ചെറിഞ്ഞിട്ടാണ് ഈ സന്ദേശത്തിന്റെ നമ്മുടെ ഭാഷയിലുള്ള വിവർത്തനം നമുക്ക് ലഭ്യമാക്കിയത്. हमारे मातृभाषा में, हमारी भाषाओं में इन बाइबल को बदलने के लिए न जाने कितने सारे लोगों ने अपने प्राण को त्याग दिए हैं. ആമേൻ, ഈ സത്യസുവിശേഷത്തെ വിശുദ്ധിക്ക് വേണ്ടി, വിശുദ്ധിയെ സൂക്ഷിപ്പാൻ വേണ്ടി എത്രയോ പേർ ജീവൻ
ബലി കഴിച്ചു. इस पवित्र शास्त्र को, इस वचन को सुरक्षित रखने के लिए कितने सारे लोगों ने अपने प्राणों को दिए हैं। നമ്മെ നമ്മെ പോലെ ജീവിപ്പാൻ ആഗ്രഹമുണ്ടായിരുന്നവർ, നമ്മെ പോലെ ശരീരത്തിൽ വേദനയുള്ള ശരീരമുണ്ടായിരുന്നവർ, നമ്മെ പോലെ അതേ ഭാവനകളും വിചാരങ്ങളും ഭയവുമെല്ലാം ഉണ്ടായിരുന്ന വ്യക്തികളാണ് സുവിശേഷത്തിന്റെ വലിപ്പം മനസ്സിലാക്കിയപ്പോൾ അവർ ജീവനെ വലിച്ചെറിഞ്ഞത്. हमारी तरह उन्हें भी दर्द होता था, उन्हें भी जीने की इच्छा थी, उन्हें भी जीवन में कई सारे लक्ष्य थे, लेकिन वो अपने इस पवित्र शास्त्र के लिए अपने जान को दिए थे। ആമേൻ. സുവിശേഷത്തിന് വിരോധമായി തീരുമാനങ്ങൾ ഉണ്ടായപ്പോൾ, ഇല്ല ഞങ്ങൾ ദൈവത്തിന്റെ പക്ഷത്താണെന്ന് ഉറച്ചു നിന്നവരാണ് അവർക്ക് ജീവൻ ബലി കഴിക്കേണ്ടി വന്നത്. वो अपने जीवन के समय में जब कठिनाइयां बढ़ गई थी, तो अपने विश्वास को पीछे ना हटा करके अपने सुसमाचार को महत्व दे करके अपने प्राण को महत्व नहीं दिया था। അറിയാമോ, 15ാം നൂറ്റാണ്ടിലുള്ള അനേക വിശുദ്ധന്മാരുടെ പേരുകൾ മുമ്പിൽ ഓടി വരുന്നുണ്ട്. हम लोग जानते हैं कि पिछले शताब्दियों में, 15वीं शताब्दियों में जो कई सारे जिन लोग ने अपने प्राण को दिए, उन सबके नाम हमारे सामने आएंगे। ഒരു വലിയ വിശുദ്ധനായിരുന്നു ജോൺ ഹസ് എന്ന ദൈവദാസൻ. बहुत ही अभिषेक दास थे, जॉन हस नाम के। ആമേ അന്നത്തെ ദുരുപദേഷ്ടാക്കന്മാരുടെ അവർക്ക് വിരോധമായി വിരൽ ചൂണ്ടിയതുകൊണ്ട് ആമേൻ പൂർണ്ണമായി തന്നെ ദഹിപ്പിച്ച് തന്നെ ആമേൻ തന്റെ ശരീരത്തെ ചുടുവാൻ ഏൽപ്പിച്ച വിശുദ്ധനായിരുന്നു जॉन हस। प्रभु का दास जॉन हस ऐसे एक दास थे, प्रभु के जो झूठी साक्षी के बहुत ही विरुद्ध थे। उन्होंने अपने प्राण को, अपने शरीर को इस सुसमाचार के लिए दे दिया था। ഒരുപാട് പേർ വേദപുസ്തകത്തിന് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അവർ താമസിച്ച വീടടക്കം കത്തിച്ച്, അവരുടെ പ്രസ് കത്തിച്ചു, അവരുടെ കുടുംബാംഗങ്ങളെ കൊന്നൊടുക്കി. നിരവധി രക്തത്തിന്റെ ചരിത്രമാണ് ആമേൻ നാം പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ പുറകിലുള്ളത്. हम जिस सुसमाचार का प्रचार करते हैं, हम जिस पवित्र शास्त्र को लेकर चलते हैं, उसका हमारी भाषा में अनुवाद करने के लिए कितने सारे प्रभु के दासों ने अपने परिवार के साथ अपने जान को दिए हैं। വിശുദ്ധന്മാരെ ഇന്ന് രാവിലെ ശ്രദ്ധിക്കണമേ. ആമേൻ. സുവിശേഷ വിരോധമായ ചെറിയ ചെറിയ നിയമങ്ങൾ കാണുമ്പോൾ നാം ഭയപ്പെടുകയാണോ? അതോ ഹല്ലേലൂയ ദൈവമേ, ഈ യാത്രയിൽ ഈ നാമത്തിന് വേണ്ടി എന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞാൻ തയ്യാറെന്ന് പറഞ്ഞ വിശുദ്ധന്മാർ ഇന്ന് രാവിലെ നമ്മുടെ മധ്യ എഴുന്നേൽക്കട്ടെ. प्रभु के दासों, अगर हमारे हमारे सुसमाचार के बीच में अगर छोटे मोटे नियम आ गए हैं, थोड़े कठिन नियम आ गए हैं, तो हमें इन बातों को देख के पीछे न हट के अपने विश्वास को मजबूती दे करके अपने प्राण तक को देने के लिए तैयार रहना है। സുവിശേഷങ്ങൾക്ക് ശേഷം നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തിയിൽ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, സുപരിചിതമായ വാക്യമാണ്. सेवकाई के बारे में प्रेरितों की पुस्तक के उसकी 4थे अध्याय में बहुत ही सुपरिचित आयत लिखा हुआ है। പത്രോസിനോടും തന്റെ കൂടെ ഉണ്ടായിരുന്ന യോഹന്നാൻ തുടങ്ങിയ ആളുകളോടും സുവിശേഷം പ്രസംഗിക്കുന്ന സൻഹദ്രീൻ സംഘം ശക്തമായി താക്കീത് നൽകി. पतरस और यूहन्ना को सनहद्रीन ने बहुत ही रुकावटों में डाल दिया था। ഞാമേ പറഞ്ഞു നിങ്ങൾ യെരൂശലേമിൽ സംസാരിക്കരുത്. उन्होंने बोला था कि तुम लोग यरूशलेम में कभी ये इन बातों को मत सुनाना। ആമേൻ. ഒരുപാട് അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി. उनके पीछे बहुत ही दबाव डाला था। ആമേൻ. നാം വായിക്കുന്നു 4-ാം അധ്യായം 20-ാമത്തെ വാക്യം. हम उसके 4थे अध्याय के 20वें पद में पढ़ते हैं। അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 20-ാമത്തെ വാക്യം. प्रेरितों की पुस्तक उसकी 4थे अध्याय का 20वां वचन। ആമേൻ. വിശുദ്ധന്മാരുടെ വായിൽ നിന്ന് വന്ന തീരുമാനം വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. अभिषेक लोगों के मुंह से निकले हुए निर्णयों का हम सुनते हैं। ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്ന പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. इन्होंने ये कहा, क्योंकि यह तो हमसे हो नहीं सकता कि जो हमने देखा और सुना है वह ना कहें। കണ്ടോ? ആമേൻ. ശ്രദ്ധിക്കണമേ. ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല. उन्होंने कहा हमसे ये हो नहीं सकता है। ആമേൻ. വിരോധികൾ എന്ന് പറഞ്ഞാൽ സൻഹദ്രീൻ എന്ന സംഘം, യഹൂദ സംഘം, അവർക്ക് ജനത്തെ കൊല്ലുവാൻ അധികാരമുണ്ട്. അവർ തീരുമാനിച്ചാൽ അവർക്ക് എന്തും ചെയ്യാം. ജീവൻ അപകടത്തിലായിരിക്കുമ്പോൾ പത്രോസിന്റെയും ശിഷ്യന്മാരുടെയും തീരുമാനം കണ്ടു. ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത്, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞത് സത്യമാണ്, ഞങ്ങൾ രുചിച്ചറിഞ്ഞത് ഏക സത്യമാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന സുവിശേഷത്തിന്റെ സത്യം ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ലെന്ന് പറഞ്ഞ് ജീവനെ വലിച്ചെറിയുവാൻ തയ്യാറായിരുന്ന പത്രോസിനെയും ശിഷ്യന്മാരെയുമാണ് സുവിശേഷത്തിന്റെ ആദ്യ നാളുകളിൽ നാം വേദപുസ്തകത്തിൽ കാണുന്നത്. सनहद्रीन जैसे विरोधियों के बीच में वो खड़े थे, जहाँ पे उनको ऐसी सामर्थ्य थी कि वो चाहे तो इन लोगों को मारने का अधिकार रखते हैं। उन लोगों को जिन भी तरीके से मारने का उनके पास अधिकार है। लेकिन इन बातों को जानकर भी पतरस यूहन्ना इन बातों से पीछे नहीं हटते। वो कहते हैं कि अगर हमने इस विश्वास को, इस समाचार की सच्चाई को जाना है, तो हम इसको बांटने के लिए कैसे पीछे रह सकते हैं। നാം വായിക്കുന്നു. ഈ അധ്യായങ്ങളെല്ലാം മുമ്പോട്ട് വായിച്ചു വരുമ്പോൾ ഇതേ പുസ്തകത്തിനുണ്ട്, ഞങ്ങൾ മരിപ്പാൻ തയ്യാറെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തവരാണ് അവരെല്ലാവരും. इन्हीं अध्यायों के आगे हम पढ़ते जाएंगे तो आगे पदों में लिखा है कि वो लोग अपने जान को, अपने प्राण को और मरने के लिए भी तैयार हैं। നമുക്കറിയാം
അതിന്റെ 5-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് സന്തോഷിച്ചുകൊണ്ട് പുറപ്പെട്ടു പോയെന്ന് വായിക്കുന്നു. वहां पे 40वें 41 आयत में लिखा हुआ है कि वे इस बात से आनंदित होकर महासभा के सामने चले गए कि हम उसके नाम के लिए अपमानित होने के योग्य तो ठहरे. ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ച നമ്മുടെ പിതാക്കന്മാരായ വിശുദ്ധന്മാർ, हमारे पिताएं आपने जो हमारे बाप दादों ने बहुत ही सारे पीड़ा सहे हैं. വാളിന് മുമ്പിൽ ഭയപ്പെടാതിരുന്നവർ, तलवार के सामने ना डरे हुए लोग, കല്ലേറിന് മുമ്പിൽ ജീവനെ ആമേൻ അവർ സമർപ്പിച്ചവർ, पत्थरों के सामने अपने जीवन को सौंपने वाले हमारे दास, ഈ സുവിശേഷത്തിന് വേണ്ടി ജയിലുകളിൽ കിടക്കുവാൻ ഭയമില്ലാതിരുന്ന വിശുദ്ധന്മാർ, इस समाचार के लिए जेल में पड़े रहने से ना डरने वाले लोग, ആമേൻ ജംഗലി ജാനവरों के सामने മൃഗങ്ങൾക്ക് മുമ്പിൽ കാട്ടുമൃഗങ്ങൾക്ക് മുമ്പിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത വിശുദ്ധന്മാർ, हमारे जंगली खूंखार जानवरों के सामने भी अपने प्राण को त्याग देने वाले प्रभु के दास, ദൈവനാമത്തിന് വേണ്ടി ജീവനെ ബലി കഴിച്ച ഒരുപാട് വിശുദ്ധന്മാരുടെ നിരയിലാണ് നാം നിൽക്കുന്നത്. परमेश्वर के इस विश्वास के लिए, सुसमाचार के लिए अपने प्राण को देने वाले हमारे बाप दादा थे. ഇന്ന് രാവിലെ ദേവദാസിമാരെ നമ്മുടെ വിശ്വാസവും സമർപ്പണവും ഒന്ന് നിശ്ചയമായും ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. आज के दिनों में हमें अपने विश्वास को जांचना चाहिए. ചെറിയ വിഷയത്തിന് മുമ്പിൽ നാം പതറുകയാണോ? हम छोटी छोटी विषयों में हम डगमगा जाते हैं कि വാർത്തകൾക്ക് മുമ്പിൽ വാർത്തകൾ കേൾക്കുമ്പോൾ നാം ഈ ദിവസങ്ങളിൽ ഭയപ്പെടുകയാണോ? हम समाचारों को सुन करके हम क्या डर रहे हैं? പത്രോസിനെ നമുക്കും പറയുവാൻ കഴിയണം, ഞങ്ങൾക്ക് പറയാതിരിപ്പാൻ തരമില്ല. पतरस की तरह हमको भी बोलना चाहिए कि हमसे ये नहीं हो पाएगा. സ്തെഫാനോസ് പറയും, ഇല്ല ആമേൻ, ഈ സുവിശേഷം മാത്രമാണ് സുവിശേഷം. स्तिफनुस की तरह हम बोलें कि ये नहीं, यही सुसमाचार है, असली सुसमाचार. പൗലോസിന്റെ വാക്കുകൾ അത് തന്നെയായിരുന്നു. पौलुस के भी यही वाक्य थे. പത്രോസും ഇത് തന്നെ ഉറച്ചു പ്രസ്താവിക്കുന്നു. पतरस भी दृढ़ता के साथ यही बांट रहा था. അപ്പോസ്തലന്മാരും സഭാപിതാക്കന്മാരും മുമ്പിൽ യാത്ര ചെയ്ത സകല രക്തസാക്ഷികളും അവർ അവരുടെ ജീവനെ ഉപേക്ഷിച്ചത് അവൻ ഈ നാമത്തിന് വേണ്ടിയാണെങ്കിൽ ശദ്രക് മേശക് അബേദ്നെഗോ പറയുന്നു, ഞങ്ങൾക്ക് എന്ത് വിരോധം നേരിട്ടാലും ഞങ്ങൾ ഈ ദേവന്മാരെ നമസ്കരിക്കുകയില്ല. प्रेरित हो, चाहे कलीसिया के स्थापक हो, चाहे हमारे पवित्र शास्त्र के पुराने पुरनिये हो, चाहे न्यायी हो, चाहे जो भी हो, शद्रक मेशक अबेदनगो हो, वो यही कहते हैं कि चाहे जो भी परिस्थिति हो, हम अपने विश्वास से कभी पीछे नहीं हटेंगे. സുവിശേഷത്തിന് വേണ്ടി ജീവൻ കൊടുപ്പാൻ തയ്യാറായിരുന്ന ഒരു കൂട്ടം ആളുകൾ, विश्वास के लिए अपने प्राण को देने वाले, तैयार होने वाले एक समूह. ജനത്തിനു മുമ്പിൽ ഇത്ര വലിയ ജനക്കൂട്ടം ഒരുമിച്ച് ചെയ്ത പാവപ്രവൃത്തിയെ അനുസരിക്കാതെ അല്ലെങ്കിൽ അവയ്ക്ക് അനുകൂലമായി നീങ്ങാതെ ദൈവനാമത്തിന് വേണ്ടി ഉറച്ചു നിന്ന വിശുദ്ധന്മാർ, भारी भीड़ के सामने भी अपने विश्वास को धोखा ना दे करके, उनके मूर्तियों से ज्यादा अपने विश्वास को महत्व दे करके प्राण तक त्यागने वाले एक पुरुष. സന്ദേശത്തിന്റെ ഏറ്റവും കാതലായിടത്തേക്ക് ഞാൻ കടന്നു വരികയാണ്. अपने संदेश के बहुत ही महत्वपूर्ण समय में आ गए हैं. എത്ര പേർ ഈ അധ്യായം വളരെ ശ്രദ്ധയോടെ വായിച്ചിട്ടുണ്ട്? कितने लोग ऐसे हैं जिन्होंने इन अध्यायों को ध्यान से पढ़ा है? ലോകത്തിൽ അന്ന് കടൽ വെച്ച് ഏറ്റവും വലിയ മൂർത്തിയെ, ഏറ്റവും വലിയ വിഗ്രഹത്തെ സ്ഥാപിച്ച വ്യക്തിയായിരുന്നു നെബൂഖദ്നേസർ രാജാവ്. नेबूकदनेस्सर राजा एक ऐसा राजा था, तो उस समय के सबसे बड़े, अब तक के सबसे बड़े मूर्ति को बनाने वाला था. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. सब बड़े ध्यान से बैठेंगे. ലോകത്തിലെ സകല VIP-കളെയും വിളിച്ചൊരു വലിയ വിഗ്രഹാരാധന നടത്തിയ ദിവസമായിരുന്നു ദൂരാ സമഭൂമിയിൽ അന്ന് നടന്നത്. जिस दिन ये सब घटना घटी थी, उस दिन राजा ने दुनिया के हर अधिपति, हर बड़े इंसानों को बुलाया था. उस दिन ഒരു വലിയ പൈശാചിക ആരാധന നടക്കുന്ന ദിവസം. एक ऐसा दिन था जहाँ पे बहुत ही बड़ी शैतान की सेवा हो रही थी. ശ്രദ്ധിക്കണമേ, 3 വിശുദ്ധന്മാരായ ദൈവദാസന്മാർ പറയുന്നു, ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഈ ലോകത്തിന്റെ പാപത്തിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. लेकिन 3 पुरुष ऐसे थे जो कहते थे कि हमें अपनी जान को भी देना पड़े, पर इस मूर्ति के सामने हम नहीं झुकेंगे. ഈ അധ്യായം വളരെ ശ്രദ്ധയോടെ വായിച്ചാൽ अगर इस अध्याय को ध्यान से हम पढ़ेंगे तो നാം എല്ലാവരും പലപ്പോഴും പ്രസംഗിക്കുന്ന ഊർജ്ജസ്വലതയോടെ നാം പറയുന്ന കാര്യമാണ് നാലാമനിറങ്ങിയ ആ തീച്ചൂള. हम लोग बहुत ही ऊर्जा के साथ, बहुत ही दृढ़ता के साथ कहते हैं कि वो चौथी दिखाई देने वाली परछाई. അല്ലെ, ദൈവപുത്രനോട് സമാനമായ ഒരു ഇറങ്ങി വന്ന ആ തീച്ചൂള, हम वो परमेश्वर के पुत्र के समान उतरने वाली वो एक आग में छिपी हुई एक परछाई. നെബൂഖദ്നേസർ രാജാവിന്റെ ആജ്ഞയാൽ 3 യുവാക്കന്മാരെയും എന്ത് ചെയ്തു? തീച്ചൂളയിലേക്ക് വലിച്ചെറിയുന്നു. नबूकदनेस्सर के आगे अनुसार उसने 3 लोगों को अंदर आग में डाला. നമുക്കറിയാം, രാജാവ് ചോദിച്ചു, നമ്മൾ 3 പേരെ അല്ലയോ തീയിൽ വലിച്ചെറിഞ്ഞത്? राजा ये कहता है कि हमने तो 3 लोगों को अंदर डाला था. എന്നാൽ ഇപ്പോൾ ഞാൻ ഒരു നാലാമനെ കാണുന്നു. वो कहता है लेकिन मैं एक चौथे को देखता हूँ. അവൻ ഒരു ദൈവപുത്രനോട് സമാനതയുള്ളവൻ.
वो एक परमेश्वर के पुत्र के समान दिखता है। കണ്ടോ? ആമേൻ. ഇന്ന് രാവിലെ എത്ര പേര് ഈ വിഷയത്തെ ആമേൻ ശ്രദ്ധയോടെ വായിക്കുന്നു? ആമേൻ. അതേ മരുഭൂമിയിൽ എവിടെ എവിടെ അതേ വിഗ്രഹാരാധന നടത്തുവാൻ തക്കവണ്ണം പൈശാചിക തന്ത്രങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ മെനഞ്ഞുവോ, അതേ ഭൂമിയിൽ, അതേ ഇടത്ത്, അതേ സമഭൂമിയിൽ, അതേ മൈതാനത്ത് ദൈവപുത്രനെ ഇറക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുത്ത 3 വിശുദ്ധന്മാർ. ऐसे पुरुष थे वो 3 लोग की जहाँ पे ऐसी मरुभूमि में, ऐसे शैतान के गढ़ों में, जहाँ पे शैतान की सेवा हो रही है, जहाँ पे बहुत ही दुष्ट आत्माओं का वास रहता है, ऐसी जगह में परमेश्वर के पुत्र की उपस्थिति को महसूस करने वाले, उनको उतारने वाले 3 पुरुष थे वो। മുഴു ലോകവും വിഗ്രഹാരാധന നടത്തിയ അതേ അതേ സമഭൂമിയിൽ, അതേ ഇടത്ത്, അതേ സ്ഥലത്ത് ദൈവപുത്രനെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ 3 യുവാക്കന്മാർ. दुनिया में शैतानों का वास चल रहा है, वहां पे शैतानों की, देवताओं की पूजा की जा रही, ऐसी जगहों में परमेश्वर के पुत्र को उतारने का सामर्थ्य रखने वाले 3 पुरुष। ദൈവദാസന്മാരെ, ദൈവമക്കളെ, എവിടെ നിയമം വിരോധമായി നമുക്ക് വിരോധമായി എഴുതുന്നുവോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുന്നവരാണ് ദൈവസഭ. അതെ, നാം. प्रभु के दासों, इन बातों को हम पहचानेंगे कि जहाँ पे हमारे नियम हमारे अनुकूल नहीं होते हैं, जहाँ हमारी परिस्थितियां विपरीत होती हैं, वहीं पे परमेश्वर की आत्मा को उतारने का हम साहस रखते हैं। അതേ ദിവസം എന്ന് നിയമം കഠിനമായി എഴുതിയോ, തീച്ചൂള 7 മടങ്ങ് വർദ്ധിപ്പിക്കണം. ഒരുപാട് നിയമങ്ങൾ വിരോധമായിട്ട് എഴുതി ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ വിരോധമായി കരങ്ങളെ ചലിപ്പിച്ച അതേ ദിവസം തന്നെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അതേ ഇടത്തിറക്കിയ വിശുദ്ധന്മാരായ शद्रक मेशक अबेदनगो। जिस दिन हमारी परिस्थितियां, हमारे जो नियम है वो और कठिन हो जाएं, चाहे आग जो ज्वाला जल रही 7 गुना और बढ़ जाए, उसी समय पे उसी घड़ी पे जब परिस्थितियां हमारे और अनुकूल ना हो, उसी समय परमेश्वर की आत्मा को उतारने का साहस रखने वाले 3 वो यहूदी पुरुष। ഞങ്ങളുടെ കൂടെ നിൽപ്പാൻ ആരുമില്ലല്ലോ. ഇവിടെ കാര്യങ്ങൾ പ്രതികൂലമാണ്, വിഗ്രഹാരാധന നടക്കുന്നു, രാജാവിരോധം, എല്ലാവരും മുഴങ്കാലം മടക്കി എന്ന് പറഞ്ഞ് പുറകോട്ട് മാറാതെ ആ പ്രതികൂല സമയത്തും ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ദൈവപുത്രന്റെ മഹത്വത്തെ നേരിട്ട് കണ്ട് ദൈവത്തിന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് നടന്ന വിശുദ്ധന്മാരുടെ ചരിത്രമാണ് ഇന്ന് രാവിലെ നാം മനസ്സിലാക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, കൂടെ നിൽപ്പാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഏകരായി നിൽക്കേണ്ടി വന്നാലും ഈ നാമത്തിലൂടെ നിലകൊണ്ടാൽ നിശ്ചയമായും ആ വിരോധത്തിന്റെ മണ്ണിൽ നാം ദൈവിക മഹത്വം വെളിപ്പെട്ടതായി നാം നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണുന്ന. രാവിലെ ശ്രദ്ധിക്കണമേ, എവിടെ രാജാവ് നിയമം കർക്കശമാക്കിയോ അതേ മണ്ണിൽ ദൈവപുത്രന്റെ എഴുന്നള്ളത്താണ് नाम इन रावण ശ്രദ്ധിക്കുന്നത്. इतने सारे लोग हमें देख रहे हैं, कई सारे लोग हमारे सामने घुटने टेक चुके हैं हमारे सामने, और कोई चारा नहीं है इन बातों को कहकर पीछे ना हट करके वो अगर अपने प्राण तक को देने के लिए उस आग की ज्वाला में जाने के लिए तैयार होने वाले के बारे में अगर हम आज पढ़ रहे हैं, तो हमारे दिलों में ये भय ना होने पाए, हमारे दिलों में ये डर ना होने पाए कि हम अपने विश्वास से पीछे हट जाएं। ഏറ്റവും വലിയ വിഗ്രഹത്തെ സ്ഥാപിച്ച അതേ സമഭൂമിയിൽ ദൈവപുത്രൻ ഇറങ്ങി വരികയാ. जिस भूमि में दुनिया का सबसे बड़ा मूर्ति बना हुआ है शैतान का, उसी भूमि में परमेश्वर की उपस्थिति को महसूस किए लोग। ഏത് മണ്ണിൽ ആളുകൾ ഒരുമിച്ച് വിഗ്രഹാരാധന നടത്തിയോ അതേ ഭൂമിയിലേക്ക്, അതേ ഇടത്തേക്ക് ദൈവപുത്രന്റെ വലിയ പ്രവേശനമാണ് നാം ഇവിടെ കാണുന്നത്. जिस भूमि में शैतान की, वहां देवताओं की पूजा की जा रही थी, जहाँ पे दुष्ट आत्माओं की पूजा की जा रही थी, उसी भूमि में परमेश्वर के पुत्र की आत्मा को महसूस किए हुए लोग, ജനം ഒരുമിച്ച് വലിയ പാപത്തിന്റെ പ്രവൃത്തി നടത്തിയ അതേ ഇടത്ത് നിയമത്തെ മാറ്റി എഴുതിക്കുവാൻ ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച 3 യുവാക്കന്മാർ. जहाँ पे पापों से भरा हुआ एक संगम था, जहाँ पे पाप उनकी घड़ों से काफी ज्यादा बढ़ गया था, उनके नियमों को बदलने का सामर्थ्य रखने वाले 3 पुरुष. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഹല്ലേലൂയ നടക്കാത്ത കാര്യങ്ങളുണ്ടോ? हम अगर मिल के जुड़ के अगर हम कार्य करें तो ऐसा कोई कार्य है जो हमसे ना हो पाए. ഈ ദിവസങ്ങളിൽ ശദ്രക് മേശക് അബേദ്നെഗോ നമ്മൾ തീരുമാനങ്ങൾ നാം ഒരുമിച്ചെടുത്താൽ നിശ്ചയമായും പുറകോട്ട് മാറാതെ ഈ നാമത്തിന് വേണ്ടി നാം തീരുമാനമെടുക്കുമ്പോൾ, ഉറച്ചു നിൽക്കുമ്പോൾ നിശ്ചയമായും ഇതേ മണ്ണിൽ എവിടെ നിയമങ്ങൾ കർക്കശമാക്കിയോ, ഹല്ലേലൂയ, അതേ ഇടത്ത് ദൈവപുത്രൻ വെളിപ്പെടും. ഹല്ലേലൂയ, അതാണ് നമ്മുടെ പിതാക്കന്മാരുടെ ചരിത്രമെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ സ്തോത്രം പറഞ്ഞ് സന്ദേശം സ്വീകരിക്കാമോ? ഹല്ലേലൂയ, ആരെല്ലാം നിയമങ്ങൾ മാറ്റി എഴുതിയാലും, വിരോധങ്ങൾ
ആമെ വർദ്ധിച്ചാലും ഹല്ലേലൂയ ആമെ വിരൽ ചൂണ്ടുന്നവരുടെ എണ്ണം വർദ്ധിച്ചാലും സാരമില്ല. ആമെ നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് അതെ ആമെ തീച്ചൂളയിൽ നാലാമനായിട്ട് ഇറങ്ങിയിട്ട് ആമെ എഴുതിയ ചരിത്രത്തെ മാറ്റി എഴുതിക്കുവാൻ ആമേൻ യെസ് അധികാരമുള്ള നസ്രയൻ ഇന്ന് രാവിലെ നമ്മുടെ മധ്യമുണ്ട്. സ്വത്വത്തോടെ പറയാൻ കർത്താവേ ദൈവത്തിന്റെ മഹത്വത്തിനായി സ്തോത്രം. अगर परिस्थितियां विपरीत हो, चाहे हमारे अनुकूल का नियम ना हो, हमारे नियम काफी ज्यादा बढ़ा दिए गए हो, हमारे परिस्थितियां हमारे अनुकूल बिल्कुल ना हो, तो हम उस नियम को बदलने वाला सामर्थ्य रखते हैं। हम उस परिस्थितियों को बदलने का सामर्थ्य रखते हैं। उस भूमि पे, उसी जगह पे जहाँ पे शैतान का गंधन है, जहाँ पे बंधन है, उसी जगह पर परमेश्वर की आत्मा को उंडेलने का सामर्थ्य हमारे बीच में है। വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി നിർബന്ധിച്ച അതേ രാജാവ് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന അധ്യായമാണ് 3-ാം അധ്യായം. तीसरे अध्याय में हम ऐसे राजा को देखते हैं जिन्होंने पहले कहा था कि इसी मूर्ति की पूजा करो, उसी अध्याय में बाद में कहता है कि सिर्फ परमेश्वर की आराधना करो। നമുക്ക് വിരോധമായിട്ട് എഴുതിയ സകല എഴുത്തുകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. परमेश्वर में ऐसी सामर्थ्य है जहाँ पे हमारे नियमों को बदलने देने का। രാവിലെ ഹൃദയത്തകത്തേക്ക് വിശ്വാസത്താൽ ഈ വചനം ഇറങ്ങി ചെല്ലട്ടെ. हमारे दिलों में ये वचनों को आज हम छेदने पाए। കർത്താവ്, ഞാൻ എങ്ങനെ എന്റെ ശുശ്രൂഷത്തേക്കും എങ്ങനെ ഈ നാട്ടിൽ ഞാൻ എന്റെ വേലത്തേക്കും ഓർത്ത് ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം നമുക്ക് ഊർജം പകരുന്നതായിരിക്കട്ടെ. എവിടെ നമ്മെ അതെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ വേണ്ടി ആളുകൾ നമുക്ക് വിരോധമായി നിന്നുവോ, അതേ മണ്ണിൽ നാം ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. अगर आज हम इन बातों को सुन करके, अगर आसपास के लोगों को देख करके अपने सेवकाई में अगर मजबूत नहीं समझते हैं, तो हम इन वचनों को हम समझें कि परमेश्वर का आत्मा, परमेश्वर की उपस्थिति हमारे बीच में है, और हम इन वचनों से किसी भी बंधन को तोड़ने का सामर्थ्य रखते हैं। ശദ്രക്കെ മേശക്കെ അബേദ്നെഗോവേ ഹല്ലേലൂയ, ഈ നിൽക്കുന്ന മണ്ണിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ നമ്മുടെ ഇടമായ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമെല്ലാം നാം മുഖാന്തരം ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരും. अगर शद्रक मिशक अबेदनो के द्वारा अगर उनकी भूमि में, शैतान के गढ़ों में अगर उनके परमेश्वर की पुत्र की उपस्थिति हो सकती है, तो आज हम रुकने वाले उस उत्तर प्रदेश में, महाराष्ट्र में, हमारे भारत देश में परमेश्वर के पुत्र की उपस्थिति क्यों नहीं हो सकती है। ആ വിഗ്രഹത്തിന്റെ വലിപ്പവും വണ്ണവും കൊണ്ട് നാം ഭയപ്പെടുന്നവരല്ല. सामने विपरीत परिस्थितियों के विरोध के चौड़ाई और लंबाई को देख के हम डरने वाले नहीं हैं। അതിന്റെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു നാലാമൻ നമ്മുടെ കൂടെയുണ്ട്. उस परिस्थिति के बीच में चौथा पुरुष उतरने वाला हमारा सामर्थ्य हमारे साथ നിശ്ചയമായും है। അതേ മണ്ണിൽ എവിടെ ആളുകൾ തട്ടഹസിച്ച് വിഗ്രഹാരാധന നടത്തിയോ അതേ മണ്ണിൽ നാം ദൈവിക മഹത്വം അനുഭവിക്കും. जिस मिट्टी पे जहाँ दुष्ट आत्माओं का वास था, उसी मिट्टी में हम परमेश्वर की सेवकाई करेंगे। നാം നാലാമനോട് കൂടെ അതേ മണ്ണിൽ നടക്കും. हम उस चौथे के साथ उसी मिट्टी पे चलेंगे। എവിടെയെല്ലാം നിയമങ്ങൾ വിരോധമായിട്ട് എഴുതിയോ അവിടെ ദൈവത്തിന്റെ നാമത്തിൽ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടും. जहाँ पे जिस भूमि में परमेश्वर के नियम, परमेश्वर की सेवकाई के विपरीत नियम बने थे, उसी भूमि में परमेश्वर की सेवकाई की बढ़ोतरी होगी। ഇന്ന് രാവിലെ നമ്മുടെ ഭയങ്ങളെല്ലാം മാറട്ടെ. आज दिन हमारा भय सब जाने पाए। നമ്മുടെ ഭാവി ഭാരതത്തിന്റെ മണ്ണിൽ അതിസുന്ദരമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग ऐसा विश्वास करते हैं कि हमारे भारत देश में हमारा भविष्य उज्जवल है। എത്ര പേർ രാവിലെ സ്തോത്രം പറയും, കർത്താവേ ആമേൻ, നമ്മുടെ കണ്ണുകൾ അടയുന്ന മുമ്പ് സുവിശേഷ സ്വാതന്ത്ര്യം കണ്ടേ നാം ഇവിടുന്ന് മടങ്ങൂ. कितने लोग ऐसे स्वीकार कर सकते हैं कि हमारी आंखें बंद होने से पहले हम सुसमाचार को हम बांट के ही जाएंगे। ഭയപ്പെട്ട് പേടിച്ച് സുവിശേഷത്തെ ഒരു ഭാഗത്ത് മാറ്റിവെച്ച് പുറകോട്ട് ഓടുന്നവരല്ല നമ്മൾ. हम लोग ऐसे नहीं है कि हम लोग डर के अपने सुसमाचार को पीछे छोड़ दें। ഈ നാമത്തിന് വേണ്ടി മരണം വരിക്കേണ്ടി വന്നാലും പുറകോട്ട് മാറാതെ ഉറച്ചു നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. सुसमाचार के लिए अपने प्राण तक को देने के लिए हम हमारे अंदर ये सामर्थ्य आने पाए। ആരെല്ലാം നിയമം എഴുതിയോ അവരെല്ലാം മാറ്റി എഴുതുവാൻ പോകുകയാണ്. जिन्होंने नियम बनाए थे कठिन, वो नियम अपने बदलने वाले हैं। നിശ്ചയമായും ദൈവത്തിന്റെ മഹത്വം അതേ മണ്ണിൽ നാം വെളിപ്പെട്ടതായി കാണും. निश्चित रूप से हम अपने सारे परिस्थितियों को बदलते हुए अपनी आंखों से दिखेंगे। ഹല്ലേലൂയ. हालेलुया। വായിക്കുന്നു, യെരൂശലേമിൽ പുരോഹിതന്മാരുടെ വലിയൊരു കൂട്ടം ഈ നാമത്തെ സ്വീകരിച്ചെന്ന് വായിക്കുന്നു. हम पढ़ते हैं कि वहाँ पे यहूदियों की भूमि में, यरूशलेम की भूमि में कई सारे बहुत बड़ा समूह परमेश्वर की आराधना करता है। യാജകോं का बहुत बड़ा समूह, പുരോഹിതന്മാരുടെ വലിയൊരു കൂട്ടം യേശുവിനെ അറിഞ്ഞതായി നാം വായിക്കുന്നു. वहाँ ऐसा हम पढ़ते हैं कि याजकों का बहुत ही बड़ा समूह परमेश्वर की आराधना कर रहा है। യേശുവിനെ ക്രൂശിക്ക നിലവിളിച്ചവർ യേശുവിന്റെ ഭക്തന്മാരായി മാറി. जितने लोगों ने कहा था कि यीशु मसीह को क्रूस पे चढ़ाओ, वो परमेश्वर की बात में सेवकाई में जाते हैं। ദൈവസഭയ്ക്ക് വിരോധമായി വിരൽ ചൂണ്ടിയ ശൗലിനെ പോലെ ആളുകൾ ദൈവസഭയെ പണിയുന്നവരായി മാറി. जितने लोगों ने सेवकाई को तबाह करने के लिए शाऊल जैसे निर्णय लिया, वो बाद में अपनी सेवकाई को बढ़ाने वाले बन सके। ഏറ്റവും വലിയ വിഗ്രഹാരാധനയുടെ
കേന്ദ്രമായ എഫസോസിൽ പോലും ഏറ്റവും വലിയ സഭകൾ സ്ഥാപിക്കുന്നു. आत्माओं का जो सबसे बड़ा गढ़ था इफिसुस जैसी जगहों में परमेश्वर कलीसिया को स्थापित किया। പാപത്തിന്റെ കേന്ദ്ര സ്ഥലങ്ങളായ കൊരിന്ത് പോലിടങ്ങളിൽ വലിയ വലിയ ആത്മീയ സഭകൾ സ്ഥാപിച്ച് വലിയ ഉണർവുണ്ടാകുന്നു. यहाँ पापों का सबसे बड़ा गढ़ होने वाला कुरिन्थ जैसी जगहों में भी परमेश्वर की कलीसिया को स्थापित किया। നിശ്ചയമായി ഇന്ന് രാവിലെ ആത്മാവിൽ പറയാമോ, ആ കാര്യങ്ങൾ നാം നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണും. സുവിശേഷത്തിന് വിരോധമായുള്ള ഈ വിരോധങ്ങളെ സഹിച്ചുകൊണ്ട് അതേ നാം പുറകോട്ട് മാറാതെ ഉറച്ചു നിന്നാൽ നാം നിൽക്കുന്ന മണ്ണിൽ ദൈവത്തിന്റെ മഹത്വം കാണും. अपने विश्वास साथ कहे कि हम अपनी आंखों से इन बातों को पूरी होते हुए देखेंगे। हम जब तक जीवित हैं इन कठिनाइयों से भले होकर गुजरना पड़े पर हम सेवकाई को आगे लेकर ही जाएंगे। നമ്മുടെ പ്രാണനെ വിലയേറിയതാ എണ്ണാതെ ഓടിയ വിശുദ്ധന്മാരെ പുറകിലാണ് നാം യാത്ര ചെയ്യുന്നത്. अपने प्राण को ज्यादा महत्व ना दे करके हमारे बाप दादा ने जैसे बड़े थे उसी मार्ग पे हम चल रहे हैं। സുവിശേഷത്തിന് വേണ്ടി രക്തമൊഴുക്കി ഒരുപാട് വിശുദ്ധന്മാർ നമ്മുടെ മുമ്പിൽ യാത്ര ചെയ്തിട്ടുണ്ട്. हमारे सामने यात्रा किए हुए लोग हैं, अपने अपने प्राणों को दे दिए लोग हैं। രക്തസാക്ഷികളുടെ രക്തമാണ് ദൈവസഭയുടെ വിത്തെന്ന് പറഞ്ഞ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഒരുപാട് വിശുദ്ധന്മാർ മുമ്പിൽ നടന്നിട്ടുണ്ട്. हमारे मार्ग में हमारे हमसे आगे चलने वाले लोग ऐसे बातें कहें कि हमारे पवित्र लोगों का खून अपने कलीसिया का बीज है। ശ്രദ്ധിക്കണമേ, ഇപ്രകാരം അവർ യാത്ര പൂർത്തീകരിച്ചെങ്കിൽ 2026 ഭയങ്ങളെ മാറ്റിവെച്ച് പറയാം, എന്റെ ജീവൻ ഈ നാമത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്നാലും യെസ് കർത്താവേ ഞാൻ തയ്യാർ. ലോകവുമായി യാതൊരു സംജോത ചെയ്യാതെ ഉടമ്പടി ചെയ്യാതെ ദൈവനാമത്തിന് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി ഈ സുവിശേഷത്തിന് വേണ്ടി ഹല്ലേലൂയ ഈ സുവിശേഷ സിദ്ധാന്തങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. बातों को सुनने के बाद हमारे दिल में एक साहस आने पाए, हमारे दिल में एक दृढ़ता आने पाए कि हमारे प्राणों को चाहे हमें देना पड़े, हम दुनिया से समझौता ना करके अपने से विश्वास को मजबूती से बढ़ा करके अपने प्राण को तुल्य ना समझ कर നാം നിമിത്തം ബാബിലോണിലെ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടും. हमारे कारण बाबिलोन के नियम बदलने पाएंगे। നാം നിമിത്തം ദൈവനാമത്തിന്റെ മഹത്വം ബാബിലോണിൽ വെളിപ്പെടും. हमारे कारण बाबिलोन में परमेश्वर के नाम की आराधना होगी। നാം ഉറച്ചു നിൽക്കുന്ന നിമിത്തം അനേക വിശുദ്ധന്മാർ ആ ദേശത്ത് ഉടലെടുക്കും. हमारे दृढ़ता के कारण वहाँ पे उस देश में कई सारे अभिषिक्त उत्पन्न होंगे। പറയാമോ, അവരെന്നെ രക്ഷിച്ചില്ലെങ്കിലും ഞാൻ ആ നാമത്തിന് വേണ്ടി അവനിക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നാലും പുറകോട്ട് മാറാതെ സുവിശേഷത്തിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുന്ന രാവിലെ ആത്മാവിൽ പറഞ്ഞുകൊണ്ട് പറയാമോ, കർത്താവേ ഹല്ലേലൂയ ദൈവകൃപയാൽ നിറയ്ക്കുമാറാകണമേ. ഈ നാമത്തിന് വേണ്ടി ഏതെല്ലാം കഷ്ടത സഹിക്കേണ്ടി വന്നാലും കർത്താവേ ഞാൻ തയ്യാറെന്ന് പറഞ്ഞ് ഈ സുവിശേഷത്തിന് വേണ്ടി ചങ്കുറപ്പ് നിൽപ്പാനായി ദൈവം രാവിലെ നമ്മളെ സഹായിക്കട്ടെ. विश्वास हमारा मजबूती से बढ़ने पाए कि हम ये भी कह सके कि अगर वो हमें बचाने नहीं भी आया तो अपने प्राण को हम देने के लिए तैयार है। ऐसी बातों को विश्वास करके अपने प्राण को तुलना समझ करके परमेश्वर आपकी सेविकाई के लिए हम तैयार हैं। എരിയുന്ന തീച്ചൂളയിലേക്ക് ആ യുവാക്കന്മാരെ വലിച്ചെറിയപ്പെട്ടു. जलते हुए ज्वाला के सामने अपने दासों को, प्रभु के दासों को वहां फेंक दिया। അവരെ കൊണ്ടുപോയവർ കത്തിച്ചാമ്പലായി. जिन्होंने उनको भेजा था वो सब जल के राख हो गए। രാജാവ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ 4ാമത് പുരുഷൻ തീച്ചൂളയിൽ നടക്കുകയാ. राजा जब आंख खोल के देखता है तो एक चौथा एक मनुष्य आग में चल रहा है। എവിടെ ആ വലിയ പൈശാചിക ആരാധന നടന്നു അതേ മണ്ണിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയാ. जिस भूमि पे शैतान की उपासना होती थी उसी भूमि में परमेश्वर की उपस्थिति को महसूस किया। അതിന് കാരണമായി തീർന്ന 3 യഹൂദ ബാലന്മാർ, उसका कारण बनने वाले 3 यहूदी मनुष्य थे, പ്രാണനെ ത്യജിച്ചവർ, अपने प्राण को त्यागने वाले, ന്യായപ്രമാണത്തെ ന്യായപ്രമാണത്തിന് വേണ്ടി ജീവൻ കൊടുത്തവർ, अपने व्यवस्था के लिए अपने जीवन को देने वाले, ഭൂരിപക്ഷത്തിന്റെ കൂടെ പാപത്തിന് അടിമപ്പെടാതെ ജീവിച്ചവർ, संसार के पाप के नीचे ना दबने वाले, അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഉറച്ചു നിന്നവർ, जो सच्चाई को जान चुके हैं उसके लिए मजबूती से खड़े होने वाले, ദൈവനാമത്തിന് വേണ്ടി പീഡനം സഹിക്കുന്ന വിശുദ്ധന്മാരെ നാം അപമാനം സഹിക്കുന്ന നമ്മുടെ ഭാഗ്യമാണെന്നും നമ്മുടെ ഒരു പാർട്ട്, നമ്മുടെ ഒരു ഭാഗമാണെന്ന് രാവിലെ മനസ്സിലാക്കട്ടെ. प्रभु के दासों, अगर हम सेवकाई के चलते अगर हम कई सारे कठिनाइयों का सामना कर रहे हैं तो इन बातों को अपना सौभाग्य समझें और अपनी सेवकाई में आगे बढ़ते ही जाएं। ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ സമയത്തോടെയാണ് നാം സുവിശേഷം വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത്. अपने सेवका के सबसे बहुत ही निर्णायक मौके से हम भाग्य से मौके जा रहे हैं। ഞാനിങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, നമ്മുടെ ഭാരതം സുവിശേഷത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. मैं ऐसा विश्वास करता हूँ कि हमारा भारत देश सेवकाई के लिए तैयार हो रहा है। ഈ നമ്മുടെ ഭാരതം ചരിത്രത്തിന്റെ
ഏറ്റവും നിർണായക മോഡിലൂടെ അതെ വഴിത്തിരിവിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. मैं विश्वास करता हूँ कि हमारा भारत देश एक ऐसे मोड़ पे चल रहा है जहाँ पे बहुत ही निर्णायक और बहुत ही बड़ा उज्जवल होने वाला है। ആമേ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ പോകുന്നു. परमेश्वर की बहुत बड़ी आश्चर्यकर्म होने वाले हैं। അന്ന് രാവിലെ ആത്മാവിൽ പറയാമോ, കർത്താവേ ആമേൻ, ഞാൻ അത് സ്വീകരിപ്പാൻ തയ്യാർ. विश्वास से आज कहें कि प्रभु मैं उसको स्वीकार करने के लिए तैयार हूँ। ആമേൻ, വലിയ മഹത്വം നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണും. बहुत ही बड़ा हम लोग अद्भुत कार्य हम अपने आंखों से देखेंगे। ആളുകൾ കൂട്ടമായി രക്ഷിക്കപ്പെടും. लोग समूह में परमेश्वर की विश्वास करेंगे। ആമേ, വലിയ വലിയ സഭകൾ ഉണ്ടാകും. बहुत ही बड़ी कलीसियाएं स्थापित होंगी। ആമേ, അനേക അഭിഷിക്തന്മാർ ദൈവനാമത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ജനിക്കും. कई सारे अभिषिक्त हमारे गांव में पैदा होंगे। ആമേ, സുവിശേഷത്തിന് വേണ്ടി നിരവധി അഭിഷിക്തന്മാർ നമ്മുടെ നാട്ടിൽ ജനിക്കും. कई के लिए प्राण त्यागने वाले कई लोग अपने गांव में तैयार होंगे। ഹല്ലേലൂയ. हालेलुया। നീ എവിടെ ചിതറപ്പെട്ടുവോ അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരും. जहाँ भटके थे, जहाँ बिखरे थे, वहां पे परमेश्वर खड़ा करेगा। എവിടെ നിന്നെ വലിച്ചെറിഞ്ഞുവോ അവിടെ നീ മാനിക്കപ്പെടും. जहाँ पे तुम्हें फेंका गया था वहां तुम राज्य करोगे। ആമേ, നിന്നെ കൊല്ലുവാൻ വേണ്ടി വിധിക്കപ്പെട്ടവരുടെ അതേ അതിർത്തി നിന്ന് ആമേ നിന്നെ തിരിച്ചു വിളിക്കുന്ന നാളുണ്ട്. जहाँ पे लोग तुम्हें मारने की कोशिश कर रहे थे वहां लोग तुम्हें वापस बुलाने का प्रयास करेंगे। ആമേ, നിന്റെ മരണം കാണാൻ വേണ്ടി കാത്തിരുന്നവരുടെ ആമേ കണ്ണുകൾ കൊണ്ട് ദൈവിക മഹത്വം ദർശിക്കും. जिन आंखों ने तुम्हारी मौत को देखने का प्रयास किया था उन्हीं आंखों से वो अद्भुत कार्य देखेंगे। ഉറച്ച തീരുമാനമുണ്ടാകട്ടെ, മരിക്കേണ്ടി വന്നാലും ഞാൻ പുറകോട്ട് മാറുകയില്ല. दृढ़ता का निर्णय होने पाए कि हम प्राण भी देना पड़े हम पीछे नहीं हटेंगे। ആമേൻ. നാലാമൻ ഇറങ്ങി വന്നില്ലെങ്കിലും ഞങ്ങൾ ഈ വിഗ്രഹത്തെ നമസ്കരിക്കുകയില്ല. वो चौथा अगर उतरे भी ना तो हम अपने प्राण को इस त्यागने के लिए इस बुरी शैतान की हम सेवा नहीं करेंगे। അറിഞ്ഞ ന്യായപ്രമാണത്തിന് വേണ്ടി ജീവൻ വിലയ നൽകേണ്ടി വന്നാലും പുറകോട്ട് മാറ്റമില്ല. सच्चाई को हम जान गए हैं उसके लिए हम अपने प्राण को हम देने के लिए तैयार हैं। ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയെങ്കിൽ അവസാന ശ്വാസം വരെ നാം ഇത് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. अगर हम परमेश्वर की सेविकाई में उतरे हैं तो अपने आखिरी श्वास तक हम सेविकाई करेंगे। ആമേൻ. ഈ പുസ്തകത്തെ മാറ്റി വെച്ചോട്ടൊരു യാത്ര നമ്മുടെ ജീവിതത്തിൽ ഇല്ല. हम इससे अगर इस पवित्र शास्त्र को हटा करके हमारे जीवन में कोई लक्ष्य नहीं है। നിശ്ചയമായി നാം വിളിച്ചു പറയുന്നു, നാം നിൽക്കുന്ന മണ്ണിൽ ദൈവിക മഹത്വം വെളിപ്പെടും. रूप से कहे कि हम जिस भूमि में खड़े हैं वहाँ आश्चर्यकर्म होंगे। ഏത് നാട്ടിൽ നമുക്ക് വിരോധമായി വിരൽ നിയമം എഴുതിയോ അതേ മണ്ണിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരും. जिस भूमि पे हमारे विरुद्ध नियम बने थे उस भूमि पे परमेश्वर की आत्मा उतरेगी। നമ്മൾ ശ്രദ്ധിക്കണമേ. ബാബിലോണിൽ ബന്ധനസ്ഥനായി കെട്ടപ്പെട്ടവരായി അടിമകളായി കൊണ്ടുവന്നവരാണ് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്നവർ. हम जानते हैं कि बेबीलोन में उनको कैदी बना के रखा था, उनको बांध के रखा हुआ था। അവൻ ശ്രദ്ധിക്കണമേ. ഇപ്രകാരമുള്ള വിരോധികളുടെ നടുവിൽ ദൈവത്തിന് അഭിഷിക്തന്മാർ ചരിത്രത്തെ മാറ്റിമറിച്ചെങ്കിൽ നമ്മുടെ നാട്ടിൽ ഭാരതത്തിൽ നിശ്ചയമായും നാം ആ പ്രവൃത്തി കണ്ടേ മടങ്ങൂ. अगर ऐसे बंदी 3 लोग अगर उस देश के चरित्र को बदल सकते हैं तो हम आज के दिन अपने भारत देश में अपने भारत देश के भविष्य क्यों नहीं बदल सकते हैं। പറയാമെന്ന് രാവിലെ ഇല്ല, എന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും കർത്താവ് ഞാൻ തയ്യാർ. ऐसे कहे कि प्रभु मैं अपने प्राण तक को देने के लिए तैयार हूँ। ഹോ യേശുവിന്റെ നാമത്തിൽ പറയാമോ, കർത്താവേ ആമേ, എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടാലും ആമേൻ ഒരു മടക്കയാത്രയില്ല. ആമേ, ലോകവുമായോ ലോകത്തിന്റെ മോഹങ്ങളുമായോ ആമേ യാതൊരു ഉടമ്പടിയും ചെയ്യാതെ ഈ നാമത്തിനോട് ഒരുപക്ഷെ നാളെ നമ്മുടെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും പുറകോട്ട് മാറാതെ പറയാൻ, കർത്താവേ ആമേ നിൽപ്പാൻ കൃപ തരുമാറാകണമേ. प्रभु से बातें कहें कि प्रभु मैं सेविकाई के उतरने के लिए सेविकाई में बढ़ने के लिए तैयार हूँ। मैं इस सुसमाचार को बांटने के लिए मैं तैयार हूँ, चाहे नियम चाहे जितने विरोध में हो मैं अपने प्राण को देने के लिए तैयार हूँ। इस सेविकाई में मजबूती से खड़े होने के लिए मुझ पे कृपा कर। ആത്മാവിൽ പറയാമോ, കർത്താവേ ഈ നാമത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവനെ സമർപ്പിക്കുന്നു. मैं आत्मा में बातों कहें कि प्रभु इस सेविकाई के लिए अपने प्राण को मैं सौंपता हूँ। കർത്താവേ ഈ നാമത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവനെ സമർപ്പിക്കുന്നു. प्रभु मैं इस नाम के लिए अपने जीवन को सौंपता हूँ। ആമേ, മുമ്പിൽ നടന്ന വിശുദ്ധന്മാരെ പോലെ കർത്താവേ ഈ നാമത്തിന് വേണ്ടി ഞങ്ങളുടെ ശരീരങ്ങളെയും അർപ്പിക്കുന്നു. प्रभु आगे चले हुए सारे अभिषिक्तों के साथ ही हम अपने शरीर को भी देते हैं। പൗലോസ് പറയുന്നു, യെരൂശലേമിൽ ആമേ പീഡ സഹിപ്പാൻ വേണ്ടി മാത്രമല്ല മരിപ്പാൻ വേണ്ടിയും ഞാൻ തയ്യാർ. पौलुस की जैसे हम बोलते हैं कि हम पीड़ा ना सह करी अपने प्राण देकर भी हम तैयार हैं। ഈ സുവിശേഷത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കേണ്ടി വന്നാലും പുറകോട്ട് മാറുകയില്ല. കർത്താവ് തീരുമാനമെടുക്കാമോ? अब आज के दिन निर्णय ले सकते हैं कि
अब प्रभु इस सेवकाई के लिए अपने अपने आप को बलि करने के लिए हम तैयार हैं। നാം നിമിത്തം ബാബിലോൺ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. हमारे कारण बेबीलोन में कई सारे अद्भुत कार्य होंगे। നാം നിമിത്തം നാം നിൽക്കുന്ന സംസ്ഥാന ദൈവിക മഹത്വം വെളിപ്പെടും. हम जहाँ हमारे कारण हम जहाँ खड़े हैं वहाँ पे अद्भुत कार्य होंगे। ധൈര്യമായി നിൽക്കാം, धैर्यवान हम बने रहें, ഉറച്ചു നിൽക്കാം. हम दृढ़ता से खड़े रहें। ആമേ, യെസ്, പരിശുദ്ധാത്മാവിനോട് കൂടിയുണ്ട്. पवित्र आत्मा हमारे साथ है, നമ്മെ ബലപ്പെടുത്തും. हमको बलवंत करेगा। പുറകോട്ട് മാറാതെ हम बिना पीछे हट करके ഉറച്ചു നിൽക്കാം. दृढ़ता के साथ खड़े रहें। പറയാമെന്ന് രാവിലെ आज हम कह सकते हैं ഈ നാമത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും, इस नाम के लिए मरना भी पड़े, ഈ സുവിശേഷത്തിന് വേലയ്ക്ക് വേണ്ടി രക്തമൊഴിക്കേണ്ടി വന്നാലും, इस सेविकाई के लिए अपने खून को देना पड़े, യെസ് കർത്താവ്, ഞാൻ തയ്യാർ. प्रभु मैं तैयार हूँ, ഞാൻ തയ്യാറാ കർത്താവേ. मैं तैयार हूँ यीशु। പരിശുദ്ധ പിതാവ് എല്ലാവരും അനുഗ്രഹിക്കുന്നു. प्रभु हम सबको आशीष करते हैं, യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കുന്നു. यीशु के नाम में सबको अनुग्रहित करते ഗോഡ്സ് हैं। മിഷൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. गॉड मिशन को आप क्या तुम्हें सौंपते हैं, തോമസൻ പാസ്റ്റർ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. थॉमसन भाषा को आप क्या तुम्हें सौंपते ജോയ് हैं, പാസ്റ്റർ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. प्रभु के दास जोय को आप क्या तुम्हें सौंपते हैं, എല്ലാ വിശുദ്ധന്മാരെ ദൈവാസന്മാരെയും അനുഗ്രഹിക്കുന്നു. सारे प्रभु के दासों को आप क्या तुम्हें सौंपते എല്ലാ हैं, ദൈവദാസിമാരെയും അനുഗ്രഹിക്കുന്നു. सारे प्रभु की दासियों को आप क्या तुम्हें सौंपते അമ്മേ, हैं, പ്രാർത്ഥിക്കുന്ന സകല വിശുദ്ധന്മാരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. प्रार्थना करने वाले सारे अभिषिक्तों को आप क्या तुम्हें सौंपते हैं। ശദ്രക് മേശക് അബേദ്നെഗോവിനെ പോലെ നിൽപ്പാൻ കർത്താവ് സഹായിക്കണമേ. शद्रक मेशक अबेदनगो की तरह हमको खड़े होने का सामर्थ्य दे, സുവിശേഷത്തിന് വേണ്ടി ഉറച്ചു നിൽപ്പാൻ സഹായിക്കണമേ. सेविकाई में खड़े होने का सामर्थ्य दे। എല്ലാവരും യേശുവിന്റെ നാമത്തിൽ രാവിലെ ഞങ്ങൾ ചേർന്ന് ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. सबको हम मिलकर के आज के दिन आशीष करते हैं यीशु। പ്രാർത്ഥനാർത്ഥനായി സ്തോത്രം. आपने हमारी प्रार्थना सुनी, യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह नाम में मांगते हैं, ആമേൻ. आमीन। ഇത് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു ഓൾ. प्रभु आपको सहायता करे, आमीन। ആമേൻ. Thank you.